വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 7 മുതൽ 45 വരെയുള്ള വേദഭാഗങ്ങളാണ് ഇന്ന് രാവിലെ സമയത്തെ ധ്യാനത്തിന് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്നത്. आज सुबह के समय यूहन्ना रचित सुसमाचार उसका 4था अध्याय उसका 7 से लेकर 45 वचन तक आज सुबह के मनन के लिए हम देखेंगे. നമ്മുടെ സാക്ഷീകരണത്തിന്റെ മാതൃക യേശുവാണ്. അതാണ് ചിന്താവിഷയം. हमारा गवाही का जो नमूना है वो और कोई नहीं बल्कि यीशु मसीह है. വളരെ സുദീർഘമായ ഒരു വേദഭാഗമാണ്. അതുകൊണ്ട് തന്നെ അതിൽ ചില വാക്യങ്ങൾ മാത്രമേ നമ്മൾ വായിപ്പാൻ ഉദ്ദേശിക്കുന്നു. हम सबका जाना पहचाना हुआ एक अध्याय है पर उनमें से कुछ वचन जो है मैं आपके लिए पढ़ना चाहूंगा. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 39 മുതൽ 42 വരെയുള്ള വേദഭാഗങ്ങൾ നമുക്ക് വായിച്ച് കേൾക്കാം. 39 മുതൽ 42 വരെയുള്ള വേദഭാഗം. यूहन्ना रचित सुसमाचार उसका 4था अध्याय उसका 39 से लेकर 42 वचन तक हम पढ़कर सुनेंगे. ഞാൻ ചെയ്തതൊക്കെയും അവൻ എന്നോട് പറഞ്ഞു എന്ന് സ്ത്രീ സാക്ഷ്യം പറഞ്ഞ വാക്കു നിമിത്തം ആ പട്ടണത്തിലെ പല ശമര്യരും അവനിൽ വിശ്വസിച്ചു. അങ്ങനെ ശമര്യർ അവൻ്റെ അടുക്കൽ വന്നു തങ്ങളോട് കൂടെ പാർക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. അവൻ 2 നാൾ അവിടെ പാർത്തു. ഏറ്റവും അധികം പേർ അവൻ്റെ വചനം കേട്ടു വിശ്വസിച്ചു. ഇനി നിന്റെ വാക്കുകൊണ്ടല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്, ഞങ്ങൾ തന്നെ കേൾക്കുകയും അവൻ സാക്ഷാൽ ലോകരക്ഷിതാവ് എന്ന് അറിയുകയും ചെയ്തിരിക്കുന്നു എന്ന് സ്ത്രീയോട് പറഞ്ഞു. താങ്ക് യു. ഈ അധ്യായത്തിൽ മുഴുവനായി നമ്മൾ പരിശോധിക്കുമ്പോൾ इस अध्याय को जब हम पूरे तरीके से देखते हैं 4 വിധ ഗ്രൂപ്പ് ആളുകളെ ഇവിടെ കാണാൻ കഴിയും. 4 प्रकार के समूह के लोगों को यहाँ पर देखा जा सकता है. ഇവരുടെ പ്രത്യേകത, इनकी खासियत ഇവരുടെ വിശ്വാസ മുഖാന്തരം യേശു ക്രിസ്തുവിലേക്ക് വന്ന 4 വിധ ഗ്രൂപ്പുകളാണ്. इनके विश्वास के द्वारा यीशु मसीह में आए हुए 4 प्रकार के लोग. യേശു ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനപരമായ ഘടകമാണ് വിശ്വാസം എന്നത്. यीशु मसीह के साथ जो बुनियादी बात है वो है हमारा विश्वास का रिश्ता. പ്രാഥമികമായിട്ട് നമ്മൾ കാണുന്നത് ശമര്യക്കാരി സ്ത്രീയെയാണ്. प्राथमिकता में जो हम देखते हैं वो है सामरी स्त्री. രണ്ടാമതായിട്ട് യേശുവിന്റെ ശിഷ്യന്മാർ വിശ്വാസത്തിന്റെ ആഴങ്ങൾ യേശുവുമായിട്ട് മനസ്സിലാക്കുന്നതായി കാണാം. दूसरी बात यीशु मसीह के चेले विश्वास की गहराई को यीशु मसीह से सीखते हैं. മൂന്നാമതായിട്ട് എണ്ണം പറയപ്പെടാത്ത കുറച്ച് ശമര്യക്കാർ യേശുവിൽ വിശ്വസിക്കുന്നതായി കാണാം. तीसरी बात कुछ सामरी लोग जिन लोगों ने यीशु मसीह पर विश्वास किया. നാലാമതായിട്ട് രാജഭൃത്യൻ തന്റെ കുടുംബത്തെ കുറിച്ചാണ് വിശ്വാസ സംബന്ധമായി പറഞ്ഞു. और चौथा बात राज कर्मचारी और उसके परिवार के बारे में विश्वास के बारे में लिखा है. ഈ 4 കൂട്ടരിലും പൊതു സ്വഭാവമാണ് വിശ്വാസം എന്നുള്ളത്. और इन 4 समूह में एक ही बात जो देखा सकता है वो है विश्वास. സുവിശേഷത്തിന്റെ ആത്യന്തിക ലക്ഷ്യമെന്ന് പറയുന്നത് യേശു ക്രിസ്തുവിലേക്കുള്ള വിശ്വാസത്തിലേക്ക് ജനത്തെ നയിക്കുക എന്നുള്ളതാണ്. सुसमाचार का मुख्य लक्ष्य यही है, यीशु मसीह में जो विश्वास है उसकी और लोगों की अगुवाई करना. യേശു ക്രിസ്തു കർത്താവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുക, വായി കൊണ്ട് ഏറ്റുപറയുക, അതാണ് ദൈവവുമായുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനം. यीशु मसीह को मुंह से अंगीकार करना और मन में अपना लेना यही है हमारा विश्वास. അതിന് വർണ്ണ വർഗ വ്യത്യാസങ്ങളില്ല. മാനുഷികമായ യാതൊരു അതിർവരമ്പുകളും ഈ വിശ്വാസ പ്രക്രിയയ്ക്കില്ല. इस विश्वास की प्रक्रिया में जाति भेद भाषा या बोली नहीं है. നമ്മുടെ സുവിശേഷീകരണത്തിന് സാക്ഷീകരണത്തിന് ഏറ്റവും ഉദാത്തമായ മാതൃക നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്നെ. हमारे सुसमाचार की प्रक्रिया में सबसे बढ़िया उदाहरण जो है वो हमारा प्रभु यीशु मसीह है. കാരണം സകല മനുഷ്യർക്കും ഉണ്ടാകാനുള്ള ദൈവിക രക്ഷയെ കുറിച്ച് സാക്ഷ്യം പറയേണ്ടതിനാണ് യേശു കർത്താവ് ഭൂമിയിലേക്ക് വന്നത്. यीशु मसीह संसार में इसलिए आए कि सभी मनुष्य उसके द्वारा उद्धार को प्राप्त करें. അങ്ങനെ തന്റെ ശുശ്രൂഷയിൽ ദൗത്യ നിർവഹണത്തിൽ ഒരു സമൂഹത്തെയും മാറ്റി നിർത്താൻ യേശു ആഗ്രഹിച്ചില്ല. यीशु मसीह ने अपनी सेवक काल के समय में किसी भी वर्ग को किसी भी जाति को अपनी सेवकाई से दूर नहीं रखा. യഹൂദന്മാരായിക്കൊള്ളട്ടെ, യവനന്മാരായിക്കൊള്ളട്ടെ, ജാതികളായിക്കൊള്ളട്ടെ, ശമര്യരായിക്കൊള്ളട്ടെ, ഏത് വിഭാഗത്തിൽപ്പെട്ടവരെയും സുവിശേഷം എന്ന് പറയുന്ന ആ ഒരു തലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ യേശു കർത്താവ് ആഗ്രഹിച്ചു. चाहे वो यहूदी हो, चाहे वो यूनानी हो, चाहे वो अन्य जाति हो, किसी
किसी भी जाति भाषा का क्यों ना हो, यीशु मसीह ने सभी को अपने सुसमाचार में लाने का उपाय किया। അർത്ഥാൽ ജന്മം കൊണ്ട് വ്യത്യസ്തരായിരുന്നാലും വർണ്ണം കൊണ്ട് വ്യത്യസ്തരായിരുന്നുകൊണ്ടായാലും തൊഴിലുകൊണ്ട് വ്യത്യസ്തരായിരുന്നാലും വിദ്യാഭ്യാസപരമായി വ്യത്യസ്തരായിരുന്നാലും ഏത് സമൂഹത്തെയും മനുഷ്യന് സുവിശേഷം എന്നുള്ള ഘടകവുമായി ബന്ധിപ്പിക്കപ്പെടണം. चाहे कोई भी इंसान किसी भी जाति का क्यों ना हो, किसी भी बोली का क्यों ना हो, किसी भी भाषा या वर्ग का क्यों ना हो, हर एक व्यक्ति को एक चीज बताने वाली बात है, वो है सुसमाचार। 4 വിഭാഗക്കാരെ നാം പറഞ്ഞതിൽ ഒന്നാമത്തെ ഗ്രൂപ്പായ ശമരിയക്കാരത്തി സ്ത്രീ ആ വ്യക്തിയെ സംബന്ധിക്കുന്നതാണ് ഇന്ന് രാവിലെ നമ്മുടെ ചിന്താവിഷയം. 4 समूह में से पहला जो समूह मैंने आपको बताया सामरी स्त्री के बारे में, उस सामरी स्त्री के बारे में आज सुबह के समय हम चर्चा करेंगे। ഇവൾ ഒരു ശമരിയക്കാരത്തി ആയിരുന്നു. അതായിരുന്നു അവളുടെ ഒന്നാമത്തെ പ്രത്യേകത. पहली खासियत इस स्त्री की जो है वो एक सामरी स्त्री है। ശമര്യർ എന്ന് പറഞ്ഞാൽ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം വലിയ സമ്പർക്കമില്ലാതിരുന്ന ഒരു ജാതി സമൂഹമാണ്. सामरी लोग एक ऐसे तगबे के लोग होते थे जिनका यहूदियों के साथ कोई लेन देन नहीं होता। യഹൂദ സംസ്കാരവും മറ്റൊരു സംസ്കാരവുമായി ഇടകലർന്നതിന്റെ പരിണിത ഫലമായിട്ടുണ്ടായ സമൂഹമാണ് ശമര്യർ. यहूदियों ने आपस में दूसरे समूह के साथ जो रिश्ता रखा, उस रिश्ते के द्वारा बने हुए लोग हैं सामरी लोग। അതുകൊണ്ട് തന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ട മാറ്റി നിർത്തപ്പെട്ട ഒരു സമൂഹത്തിന്റെ ഭാഗമാണ് ശമര്യർ. और सामरी लोगों को देखा जा सकता है दूसरों के द्वारा अपने समूह से तुच्छ गिना हुआ, अलग रखा हुआ समूह है। ഈ 2 വിഭാഗക്കാർക്ക് തമ്മിൽ സമ്പർക്കമില്ലായിരുന്നു. यहूदियों का और सामरियों का आपस में कोई लेन देन नहीं। എന്നാൽ യേശു ഭൂമിയിൽ വന്നപ്പോൾ, परंतु जब यीशु मसीह इस धरती में आए, ഈ അതിർവരമ്പുകൾക്കപ്പുറത്തേക്ക് ചലിക്കുവാൻ യേശു ആഗ്രഹിച്ചു. यीशु मसीह के मन में इच्छा जागी कि सीमा को पार कर कर उनके पास तक जाऊं। സുവിശേഷം എന്നുള്ളത് അതിർവരമ്പുകൾക്കപ്പുറമായി അംഗീകരിക്കപ്പെടേണ്ട കർത്താവിന്റെ സത്യമാണ്. सुसमाचार एक ऐसा सत्य है जो हमारी सीमाओं से भी परे उसे अंगीकार करना चाहिए। അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് സകല ഗോത്രങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും വംശങ്ങളിൽ നിന്നും ജാതികളിൽ നിന്നുമുള്ളവരെ തനിക്കായിട്ട് അവൻ വിലയ്ക്ക് വാങ്ങി. इसलिए प्रकाशित वाक्य की किताब में लिखा, हर एक गोत्र, हर एक बोली, हर एक जाति से उसने लोगों को अपने लिए चुना है। ഈ സ്ത്രീയുടെ രണ്ടാമത്തെ പ്രത്യേകത, ये स्त्री की दूसरी जो खासियत है, അവളുടെ വ്യക്തിപരമായ ജീവിതത്തെ സംബന്ധിക്കുന്ന ഒരു കാര്യമാണ്. उसका व्यक्तिगत जीवन के साथ जो संबंध है। സാധാരണഗതിയിൽ വ്യക്തിപരമായ വിഷയങ്ങളിൽ മനുഷ്യൻ ഇടപെടുന്നത് ആരും താല്പര്യപ്പെടുന്നില്ല. क्योंकि साधारण रूप से किसी व्यक्ति के जीवन के व्यक्तिगत बातों में कोई भी पढ़ना नहीं चाहता। മതഭക്തിയുള്ള വ്യക്തിയാണ്. ये धर्म में विश्वास करने वाली स्त्री है। ആരാധനയെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. आराधना के बारे में कुछ कुछ बातें इसे पता है। ദൈവത്തിലുള്ള വിശ്വാസമുണ്ട്. परमेश्वर के ऊपर इसका विश्वास है। പക്ഷെ വ്യക്തിപരമായ ജീവിതത്തെ ഈ വിശ്വാസവുമായി ബന്ധിപ്പിക്കുവാൻ ഈ സ്ത്രീക്ക് താല്പര്യമില്ല. परंतु अपना व्यक्तिगत जीवन को इस विश्वास के साथ जोड़ने के लिए ये तैयार नहीं थी। സാധാരണ മതവിശ്വാസവും സുവിശേഷവും തമ്മിലുള്ള വ്യത്യസ്തത ഇവിടെയാണ്. और साधारण रूप में धर्म में और सुसमाचार में अलग यहीं पर ही है। ഇന്ന് ഭൂമിയിൽ വസിക്കുന്ന നല്ലൊരു ശതമാനം മനുഷ്യരും ദൈവവിശ്വാസികളാണ്. आज धरती में रहने वाले ज्यादातर लोग परमेश्वर पर विश्वास करने वाले लोग ആ हैं। വിശ്വാസ സംബന്ധമായ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, കർമ്മങ്ങൾ അവർ പിന്തുടരുന്നവരാണ്. विश्वास के अनुसार अपने कर्मों में, अपने धर्म की बातों में वो जीवन बिता रहे हैं। അവർ ഉള്ളവരാണ്. उनके विश्वास में उनको उस विश्वास के बारे में अच्छी जानकारियां हैं। പക്ഷേ സുവിശേഷത്തിലെ വ്യത്യസ്തമാക്കുന്നത്, परंतु खुशखबरी जो है वो दूसरों से अलग क्यों होती है? ഈ ദൈവവിശ്വാസം വ്യക്തിപരമായ ജീവിതത്തെ എങ്ങനെ രൂപാന്തരപ്പെടുത്തുന്നു എന്നുള്ളതിലാണ്. परमेश्वर का विश्वास मेरे व्यक्तिगत जीवन में आकर मुझे जो बदल देता है। ഇവിടെ ഈ സ്ത്രീയും ഒരു മതഭക്തിയുള്ള സ്ത്രീയാണ്. ये जो स्त्री थी एक धर्म में विश्वास करने वाली स्त्री थी। അവൾക്കറിയാം അവളുടെ പാരമ്പര്യം നന്നായിട്ട് അറിയാം. उसको मालूम है उसके जीवन की परंपरा क्या है। യാക്കോബ് ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ടെന്നാണ് അവൾ പറയുന്നത്. उसे मालूम है कि याकूब हमारा पिता है। ഞങ്ങൾ ആരാധിക്കുന്നത് നിങ്ങൾ ആരാധിക്കുന്ന സ്ഥലത്തല്ല, ഞങ്ങൾ വ്യത്യസ്തമായ സ്ഥലത്ത് ആരാധിക്കുന്നവരെന്ന് അവൾ वो പറയുന്നത്. कहती है तुम्हारी आराधना करने का जगह अलग है, हमारी आराधना करने का जगह अलग है। പ്രവാചകന്മാരെ കുറിച്ചും അവരുടെ ദൗത്യത്തെ കുറിച്ചും അവൾക്ക് ധാരണയുണ്ട്.
नबियों और उनके कर्मों के बारे में उसके अंदर एक धारणा है। മശിഹയെ കുറിച്ചും അവന്റെ വരവിനെ കുറിച്ചും അവൾക്ക് ധാരണയുണ്ട്. मसीहा और उसका आने के बारे में उसके अंदर धारणा है, പക്ഷെ അവളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. परंतु उसके व्यक्तिगत जीवन में एक समस्या थी। അവളുടെ വ്യക്തിപരമായ ജീവിതം അധാർമികത നിറഞ്ഞതായിരുന്നു. उसका व्यक्तिगत जीवन अधार्मिकता से भरा हुआ था। അർത്ഥാൽ ദൈവവിശ്വാസം അവളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയിട്ടില്ലായിരുന്നു. परमेश्वर के विश्वास ने उसके जीवन को रूपांतरित नहीं किया। ഇതാണ് ഈ സ്ത്രീയുടെ രണ്ടാമത്തെ പ്രത്യേകത. ये स्त्री की दूसरी खासियत यही है। എന്നാൽ യേശുവിന്റെ സ്വഭാവം, परंतु यीशु मसीह का स्वभाव, യേശുവിന്റെ സുവിശേഷം यीशु मसीह की खुशखबरी മനുഷ്യന്റെ ഏത് വിഷയങ്ങളെയും അകറ്റി നിർത്തി അവനെ മനുഷ്യനായി കണ്ടുകൊണ്ട് സുവിശേഷവുമായി ബന്ധിപ്പിക്കുക എന്നുള്ളതാണ്. मनुष्य की हर एक समस्या को दूर कर कर मनुष्य को सुसमाचार से जोड़ देती है। വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ व्यक्तिगत तौर से बोले, അന്നത്തെ കാലത്തെ യഹൂദന്മാരുടെ ചിന്താഗതി അനുസരിച്ച് उन दिनों में यहूदियों के विचार के अनुसार ഇവള് ശമരിയക്കാരത്തി സ്ത്രീ എന്ന് മാത്രമല്ല, ये सिर्फ सामरी स्त्री ही नहीं, ധാർമ്മികതയിൽ ജീവിക്കുന്നവളെന്ന് മാത്രമല്ല, एक पाप में जीवन बिताने वाली स्त्री ही नहीं, ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെടുന്നവളാണ്. एक स्त्री होने के नाते अपने समूह में दूसरों से तुच्छ गिनी हुई। അന്ന് പുരുഷന്മാർക്ക് നൽകപ്പെട്ടിരുന്ന അവകാശങ്ങളോ സ്വാതന്ത്ര്യങ്ങളോ സ്ത്രീകൾക്ക് उन നൽകപ്പെട്ടിരുന്നില്ല. दिनों में पुरुषों को जो अधिकार और स्वतंत्रता थी, वो स्वतंत्रता स्त्रियों को नहीं होती പക്ഷെ थी। യേശു സകല മാനുഷിക അതിർവരമ്പുകളെ കടന്നു പോകുന്നവനാണ്. परंतु यीशु मसीह सारी इंसानी सीमाओं से परे जाने वाला परमेश्वर है। ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിലേക്കാണ് യേശു ചെല്ലുന്നത്. ऐसी एक पृष्ठभूमि में यीशु मसीह भी पहुंचते हैं। ഈ ഒരു സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ इस एक घटना के आधार पर സുവിശേഷം മറ്റുള്ളവരുമായി പങ്കുവെക്കപ്പെടുമ്പോൾ खुशखबरी हम दूसरे लोगों से साझा करते हैं। നമ്മുടെ മേൽ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യമായ സാക്ഷീകരണം, हमारे लिए जो जिम्मेदारी दी गई है वो है गवाही देना। യേശുവിന്റെ മാതൃകയിൽ എങ്ങനെ നടത്തപ്പെടാം यीशु मसीह के नमूने में हम किस प्रकार चल सकते हैं, എന്നുള്ളതിനെ കുറിച്ച് ചില ചിന്തകൾ उसके बारे में कुछ विचार നമ്മൾ ഒരുമിച്ച് പഠിക്കുകയാണ്. हम इकट्ठे होकर इनको सीखेंगे। നമ്പർ 1, पहली बात, എല്ലാവരും ശ്രദ്ധിക്കുക, താല്പര്യമെങ്കിൽ നിങ്ങൾ കുറിച്ചു വെക്കുക. आप बड़े ध्यान से सुने, अगर इच्छा है तो आप इन बातों को लिखकर भी रख सकते हैं। യേശു നമ്പർ 1, യേശു എല്ലായ്പ്പോഴും यीशु मसीह हमेशा വ്യത്യസ്തമായ വഴികൾ തിരഞ്ഞെടുക്കുന്നവനായിരുന്നു. अलग अलग तरह के रास्ते चुनने वाला है। He always choose different routes and models. यीशु मसीह हमेशा अलग अलग रास्ते और नमूनों को चुनता है। Unconventional models. एक ऐसा जो किसी पर आधारित नहीं है। എന്ന് പറഞ്ഞാൽ സാധാരണ ചെയ്തു വരാത്ത വഴികളും മാതൃകകളും യേശു തന്റെ ദൗത്യ നിർവഹണത്തിൽ തിരഞ്ഞെടുത്തു. यीशु मसीह ने अपनी सेवकाई में अपने दायित्व को पूरा करने में साधारण जो व्यक्ति नहीं करता वो यीशु मसीह ने किया। 4-ാം അധ്യായം 4-ാമത്തെ വാക്യം, उसका चौथा अध्याय और चौथा वचन, അവൻ ശമര്യരിൽ കൂടി കടന്നു പോകേണ്ടി വന്നു. उसको सामरिया से होकर जाना अवश्य था। അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ അതിന്റെ ഇപ്രകാരം പറഞ്ഞാൽ he deliberately choose that way. और अंग्रेजी में लिखा है उसने जानबूझकर वो मार्ग को चुना। യഹൂദന്മാർ കടന്നു പോകാത്ത വഴി यहूदी लोग जिस मार्ग से होकर नहीं जाते, യേശു മനഃപൂർവ്വം തെരഞ്ഞെടുത്തതാണ്. यीशु मसीह ने जानबूझकर वो मार्ग चुना। വ്യത്യസ്തമായ വഴികൾ നമ്മളെ എപ്പോഴും വ്യത്യസ്തമായ ലക്ഷ്യങ്ങളിൽ കൊണ്ടെത്തിക്കും. अलग अलग रास्ते जो है हमें अलग अलग मंजिल पे पहुंचाते हैं। എല്ലാവരും പരീക്ഷിക്കുന്ന മാതൃകകൾ പരീക്ഷിച്ചാൽ അതിൽ പുതുമകളോ വ്യത്യസ്തതകളോ ദൈവിക അത്ഭുതങ്ങളോ നമുക്ക് കാണാൻ जो കഴിയും. नमूने दूसरे लोग अपने जीवन में अपनाते हैं, अगर हम भी उन नमूनों को आधारित करें तो हमारे जीवन में दूसरों से कुछ अलग नहीं होता। ക്രിസ്തീയ സാക്ഷീകരണത്തിലും ഈ മാതൃക വളരെ ശ്രേഷ്ഠമാണ്. मसीह गवाही के लिए भी ये नमूना सबसे बढ़िया है। നൂതനമായ വഴികൾ, നൂതനമായ ആശയങ്ങൾ, നൂതനമായ മാതൃകകൾ സാക്ഷീകരണത്തിൽ നാം പിന്തുടരേണ്ടത് ആവശ്യമാണ്. नए रास्ते, नए विचार, नए नमूने सुसमाचार की गवाही के लिए जरूरी है। കാലത്തിനനുസരിച്ചുള്ള മാതൃകകളും പദ്ധതികളും നമ്മൾ പിന്തുടരുന്നില്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ അതിന്റെ പൂർണ്ണമായ ഫലപ്രാപ്തിയിലേക്ക് വരികയില്ല. समय के अनुसार हम अगर अपने आप में बदलाव नहीं लाते हैं तो हमारा जो मुख्य मकसद होता है उसके फल की ओर हम नहीं पहुंचते। യേശുവിനെ സംബന്ധിച്ചോളം he was very strategic
strategic in his ways and his model. यीशु मसीह के बारे में देखे जाएं तो यीशु मसीह एक अच्छा रणनीतिकार थे अपने नमूने में। അങ്ങനെ യേശു പുതിയ ഒരു വഴി തിരഞ്ഞെടുത്തതുകൊണ്ട് यीशु मसीह ने एक नया मार्ग चुनने के कारण ആരും സന്ധിക്കാതിരുന്ന ഒരു ഗ്രൂപ്പിനെ, ഒരു വിഭാഗത്തെ യേശു സുവിശേഷമായി एक സന്ധിച്ചു. ऐसा समूह जिसके ऊपर कोई ध्यान नहीं देता, यीशु मसीह ने उस समूह में सुसमाचार का काम किया। പൗലോസിന്റെ ശുശ്രൂഷയിലും ഇത് തന്നെ കാണാൻ കഴിയും. पौलुस की सेवकाई में भी यही देखा जा सकता है। ചരിത്രത്തിലെ ശക്തനായ മിഷണറി വര്യനാണ് പൗലോസ്. और अगर इतिहास को देखें तो एक बहुत बड़ा मिशनरी है पौलुस। അദ്ദേഹത്തിന്റെ മിഷണറി മാതൃകകൾ എന്ന് പറയുന്നത് വളരെ ശക്തവും ശ്രേഷ്ഠകരവുമാണ്. और पौलुस की मिशनरी जो बातें हैं बहुत ही शक्तिमत हैं। അന്നത്തെ കാലഘട്ടത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ, സ്ട്രാറ്റജിക് പ്ലേസസ്, അതാണ് താൻ തെരഞ്ഞെടുത്തത്. और उन दिनों में जो मुख्य रणनीति वाले क्षेत्र थे, पौलुस ने उन जगहों को चुना। ലേഖനങ്ങളിൽ നിന്ന് അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. पौलुस की पत्रियों के द्वारा हम उसे He सीख chose सकते the हैं। urban centers. उसने शहरी जगहों को चुना। വിവിധ ഇടങ്ങളിൽ നിന്ന് വിവിധ സമൂഹങ്ങൾ ഒരുമിച്ച് വന്നു ചേരുന്ന പട്ടണ പ്രദേശങ്ങളാണ് പൗലോസ് ശുശ്രൂഷയ്ക്കായി अलग തെരഞ്ഞെടുത്തത്. अलग समूह से, अलग अलग जगह से एक ही जगह में आने वाले शहरी केंद्रों को पौलुस ने चुना। അതുകൊണ്ട് തന്നെ സുവിശേഷം ഗ്രാമങ്ങളിലേക്ക്, ഉൾനാടുകളിലേക്ക് പ്രചരിക്കുവാൻ അതൊരു മുഖാന്തരമായി തീർന്നു. और उसी के वजह से सुसमाचार गांवों में, देहात में पहुंचने के लिए एक जरिया बना। അതുകൊണ്ടാണ് എഫെസോസ്, കൊരിന്ത്, തെസ്സലോനിക്ക, റോം ഇങ്ങനെയുള്ള പട്ടണങ്ങളൊക്കെ പൗലോസ് തിരഞ്ഞെടുക്കാൻ കാരണം. इसी प्रकार से एफेसोस, कोरिन्थ का शहर और बहुत सारे फिलिपी के शहर को पौलुस ने चुना। അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ മുമ്പിലുള്ള വെല്ലുവിളി ഇതാണ്. इस समय हमारे सामने चुनौती ये है, സാക്ഷീകരണ ദൗത്യത്തിൽ गवाही के लिए പുതിയ വഴികളെ, नए रास्ते, മറ്റുള്ളവർ സഞ്ചരിച്ചിട്ടില്ലാത്ത വഴികളെ, जिस रास्तों में दूसरे नहीं गए, മറ്റുള്ളവർ പോകാൻ താല്പര്യപ്പെടാത്ത വഴികളെ, जिस रास्तों में दूसरा जाना नहीं चाहते, മറ്റുള്ളവർ പോകാൻ ഭയപ്പെടുന്ന വഴികളെ, दूसरे रास्तों में जाने से जो लोग डरते हैं, മറ്റുള്ളവർ പോകാൻ ഇഷ്ടപ്പെടാത്ത വഴികളെ जिन लोगों में लोग जाना पसंद नहीं करते, തെരഞ്ഞെടുക്കുവാൻ നമ്മൾ തയ്യാറാണെങ്കിൽ अगर हम चुनने के लिए तैयार है तो വലിയ സാധ്യതകൾ ദൈവരാജ്യത്തിനു വേണ്ടിയുണ്ട്. परमेश्वर के राज्य के लिए बहुत सारे कार्यों को हम कर पाएंगे। രണ്ടാമത്തെ പ്രധാന കാരണം, उसमें दूसरा प्रधान कार्य जो है, യേശു കർത്താവ് 4-ാം അധ്യായത്തിൽ यीशु मसीह 4थे अध्याय में അതിന്റെ 6-ാമത്തെ വാക്യം, उसका 6वां वचन, അവിടെ യാക്കോബിന് ഒരു ഉറവുണ്ടായിരുന്നു. याकूब का कुआं भी वहां है। യേശു വഴി നടന്ന് ക്ഷീണിച്ചിട്ട് यीशु मसीह मार्ग में थका हुआ ഉറവിനരികെ ഇരുന്നു. उस कुएं पर बैठ गया। അപ്പോൾ ഏകദേശം 6 മണി നേരമായിരുന്നു. ये बात 6 घंटे के लगभग थी। രണ്ടാമത്തെ പ്രധാന മാതൃക, दूसरा मुख्य नमूना जो है, ഐഡന്റിഫൈ ദ പ്ലേസസ് വെർ നീഡി പീപ്പിൾ കംസ്. ആവശ്യക്കാരെ കണ്ടെത്താൻ കഴിയുന്ന സ്ഥലങ്ങൾ മനസ്സിലാക്കുക. ऐसी जगहों को पहचाने जहां आवश्यकता के लिए लोग पहुंचते हैं। ഇവിടെ ഈ സമയത്ത് ഏകദേശം ഉച്ച സമയമാണിത്. ये जो समय है दिन का समय है, സ്ത്രീകൾ വെള്ളം കോരാൻ വരുന്ന സമയം. और स्त्री लोग पानी कुएं से निकालने के लिए आती हैं। കർത്താവിന് വളരെ കൃത്യമായിട്ട് അറിയാമായിരുന്നു ഈ സ്ഥലത്താണ് തന്റെ ശുശ്രൂഷ നിർവഹിക്കപ്പെടേണ്ട സ്ഥലം. क्योंकि यीशु मसीह को अच्छे तरीके से मालूम है ये वही जगह है जहां मुझे अपनी सेवकाई करनी है। മക്കതോന്യ വിളി അനുസരിച്ച് പോയ പൗലോസ്ലിഹ मिकदोनियों की उस बुलावे के अनुसार पौलुस जब गया, ആദ്യത്തെ തന്റെ സുവിശേഷ പ്രഭാഷണം നടത്തുന്നത് अपनी पहली प्रचार को जब वो करता है, പുഴവക്കത്തിരുന്ന സ്ത്രീകളോടാണ്. और ऐसी स्त्रियां थी जिनके पास उसने सुसमाचार ഇത് दिया। നമ്മുടെ സാക്ഷീകരണ പ്രക്രിയയിലും വളരെ ശ്രേഷ്ഠകരമായ ഒരു മാതൃകയാണ്. हमारे सुसमाचार प्रचार के लिए भी एक बहुत बढ़िया नमूना है ये। വളരെ സാധാരണമെന്ന് തോന്നുന്ന സ്ഥലങ്ങൾ, वो एक ऐसे साधारण स्थान जो हमें लगते हैं, ഒരുപക്ഷെ വിജനമെന്ന് തോന്നുന്ന സ്ഥലങ്ങൾ, शायद हमें ऐसा लगेगा कि ये उजाड़ मात्र ही है। അതല്ലേ ഫിലിപ്പോസിന്റെ ശുശ്രൂഷയിൽ കാണുന്നത്. फिलिपोस की भी सेवकाई में यही देखा जा सकता है। ഗസയ്ക്കുള്ള നിർജ്ജന പ്രദേശത്താണ് തന്റെ ശുശ്രൂഷ നടത്തപ്പെട്ടത്. गजा में जो उजाड़ के स्थान है वहां पर ऐसी जगहों में उसने सेवा किया। അതുകൊണ്ട് ഈ ഒരു ദർശനം, ഈ ഒരു കാഴ്ചപ്പാട് നമുക്ക് ആവശ്യമാണ്. ये दर्शन हमारे जीवन में भी होना जरूरी है। തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. मुख्य स्थानों को हमें पहचानना है। അത് പക്ഷേ പട്ടണ കേന്ദ്രങ്ങളായിരിക്കാം, शायद वो शहरी केंद्र होंगे, നിർജ്ജന പ്രദേശങ്ങളായിരിക്കാം, शायद उजाड़ का जगह होगा, പുഴവക്കത്തായിരിക്കാം, शायद कुएं के किनारे होगा, കിണറിന്റെ കരയിലായിരിക്കാം, शायद वो किसी और जगह पे होगा, അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ഞാൻ പറഞ്ഞാൽ या दूसरे अर्थ में मैं आपसे कहूं, കൺവെൻഷനുകള്, ക്രൂസേഡുകള്,
ചർച്ച് മീറ്റിംഗ്സ് ഇങ്ങനെയുള്ള സാധാരണ വഴികളിലൂടെ മാത്രമല്ല സുവിശേഷീകരണം നടക്കുന്നത്. सुसमाचार का काम सिर्फ कन्वेंशन, क्रूसेड या किसी और काम के द्वारा ही मात्र नहीं होता. മനുഷ്യ ജീവിതത്തിന്റെ സാധാരണ തലങ്ങളിൽ, സാധാരണ ജീവിത മേഖലകളിൽ വെച്ച് സാക്ഷീകരണം നടത്തപ്പെടും. मनुष्य के जीवन के साधारण स्थानों में भी सुसमाचार की गवाही दिए जा सकते അതൊരു പക്ഷേ हैं. നമ്മുടെ പഠന സ്ഥലങ്ങളായിരിക്കാം, शायद हमारे पढ़ाई के जगह होंगे, നമ്മുടെ ജോലി സ്ഥലമായിരിക്കാം, शायद हमारा कार्य का क्षेत्र होगा, വിശ്രമവേളയ്ക്ക് വേണ്ടി നമ്മൾ ചെലവഴിക്കുന്ന ഒരു സ്ഥലമായിരിക്കാം, शायद विश्राम के लिए बिताने वाला कोई जगह होगा, നിങ്ങൾ ഒരു ബീച്ച് സന്ദർശിക്കുന്ന സമയമായിരിക്കാം, शायद किसी समुद्र का किनारा होगा, ഏകാന്തതയിൽ നിങ്ങൾ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലത്ത് शायद വെച്ചായിരിക്കാം, एकांतता में बैठने वाली जगह होगी, യാത്ര ചെയ്യുന്ന സമയങ്ങളായിരിക്കാം. या यात्रा करने का समय होगा. അതുകൊണ്ട് ഏത് ടൈമും ഏത് സമയവും സാക്ഷീകരണത്തിനുള്ള ഒരു സമയമാക്കി മാറ്റാൻ കഴിയും. कोई भी समय को आप गवाही देने वाले समय के रूप में उसे बदल सकते हो. അതിന് പ്രത്യേകമായി ക്രമീകരിക്കപ്പെട്ട സംവിധാനങ്ങളോ പ്രോഗ്രാമുകളോ വേണമെന്ന് നിർബന്ധമില്ല. उसके लिए खास कोई प्रोग्राम या योजना की जरूरत नहीं होती. So make use of every situations and opportunities. हर एक परिस्थिति का आप अच्छे से सदुपयोग करना सीखें. അങ്ങനെയാണെങ്കിൽ വലിയ ദൗത്യങ്ങൾ ദൈവം നമ്മിലൂടെ ചെയ്യും. ऐसा होगा तो परमेश्वर हमें बड़े बड़े दायित्व देगा. അപ്പോൾ നമുക്ക് ആവശ്യമായിരിക്കുന്ന സാധാരണ ജീവിത സാഹചര്യങ്ങളെ ഒരു പുൾപിറ്റാക്കി മാറ്റാനുള്ള हमारे जीवन के साधारण स्थानों को भी हम एक मंच के रूप में बदल दें. നമ്പർ 3, മൂന്നാമത്തെ കാര്യം, तीसरी बात, യേശു കർത്താവ് यीशु मसीह 7 മുതലുള്ള വാക്യം നമ്മൾ വായിക്കുമ്പോൾ उसके 7 से नीचे वचन को जब हम पढ़ते हैं 21 വരെയുള്ള വാക്യങ്ങളിൽ और उसके 21 वचन तक യേശുവും ഈ സ്ത്രീയും തമ്മിലുള്ള ഒരു സംഭാഷണമാണ്. यीशु मसीह और इस स्त्री के बीच में एक बातचीत है, കോൺവെർസേഷൻ. वार्तालाप. അത് തുടങ്ങിയത് ആരാണെന്നറിയാമോ? उसकी शुरुआत किसने की? This conversation is initiated by Jesus. യേശുവാണ് ഇത് തുടങ്ങിയത്. इस वार्तालाप की शुरुआत या पहल यीशु मसीह के द्वारा की गई. സാക്ഷീകരണത്തിന്റെ മൂന്നാമത്തെ മാതൃക, सुसमाचार का तीसरा नमूना യേശു നമുക്ക് കാണിച്ചു തരുന്നത് यीशु मसीह जो हमें दिखाते हैं, 1-to-1 ഷെയറിംഗ് ആണ്. एक दूसरे से हम सुसमाचार बताएं. വ്യക്തിപരമായ സംഭാഷണം ഒരു സാക്ഷീകരണത്തിന്റെ ശക്തമായ മാധ്യമമാണ്. व्यक्तिगत संवाद यीशु मसीह की गवाही देने के लिए एक सख्त से शक्तिमत जगह है. അതുകൊണ്ട് തന്നെയാണ് മുൻകാലങ്ങളിൽ ഭവന സന്ദർശനങ്ങൾക്ക് വളരെ പ്രാധാന്യം കൊടുത്തത്. इसलिए बीते हुए जो पहले के समय थे, लोगों के घर में जाकर सुसमाचार बताने के लिए मुख्यता दी जाती थी. ഇപ്രകാരമുള്ള മീറ്റിംഗുകളിൽ കാര്യങ്ങൾ പങ്കുവെക്കപ്പെടുന്നുണ്ട്. इस तरह की सभाओं में लोगों से ये बात बताया तो जाता है, പക്ഷേ അപ്പോൾ തന്നെ परंतु उसके साथ ഏറ്റവും ശക്തമായ ഒരു മാധ്യമമാണ് सबसे शक्तिमत जरिया जो है 1-to-1 ഷെയറിംഗ്, പരസ്പരമുള്ള സംഭാഷണം. एक दूसरे के साथ जब हम सुसमाचार बताते हैं. യേശു കാണിക്കുന്ന മൂന്നാമത്തെ പ്രധാനപ്പെട്ട മാതൃക, यीशु मसीह ने तीसरा बढ़िया नमूना जो दिखाया, ഇങ്ങനെ പലരും യേശുവിന്റെ അടുക്കൽ വന്ന് പരസ്പര സംഭാഷണത്തിലൂടെ ആത്മീകമായ വലിയ സത്യങ്ങളെ മനസ്സിലാക്കിയിട്ടുണ്ട്. बाइबल में हम देखते हैं यीशु मसीह के साथ व्यक्तिगत संवाद के द्वारा बहुत से लोगों ने आत्मिक सत्यों को सीखा. യേശുവുമായിട്ട് ഇവള് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആത്മീകമായ സത്യങ്ങളെ അവൾ ഒന്നൊന്നായി മനസ്സിലാക്കിക്കൊണ്ടിരുന്നു. यीशु मसीह के साथ जब स्त्री की वार्तालाप हो रही थी, तो स्त्री ने जाना कि आत्मिक सत्य है. ഈ പ്രഭാതത്തിൽ എന്റെ ചോദ്യം ഇതാണ്, इस सवेर के समय आपसे मेरा यही सवाल है, ആർ വി റെഡി ടു ഇനീഷിയേറ്റ് കോൺവെർസേഷൻ? क्या- മറ്റുള്ളവരുമായി മനഃപൂർവ്വം ഒരു സംഭാഷണം ആരംഭിക്കുവാൻ നമ്മൾ क्या തയ്യാറാണ്? हम दूसरे लोगों से जानबूझकर बात करने की पहल उठाने के लिए तैयार हैं? ആ സംഭാഷണം ആരംഭിക്കുമ്പോൾ യേശുവിന്റെ ഉള്ളില് ഒരു ഉദ്ദേശമുണ്ട്. उस संवाद को शुरू करने से पहले यीशु के मन में एक मकसद है. അവൻ ദാഹിച്ചിരുന്നു, അവൻ ക്ഷീണിച്ചിരുന്നു, അതെല്ലാം സത്യമാണ്. यीशु मसीह प्यासा था, यीशु मसीह थका हुआ था, ये बिल्कुल सत्य है. പക്ഷെ ആ വെള്ളത്തെക്കാൾ ഉപരി ഇവളുടെ ജീവിതത്തെ ഒരു രൂപാന്തരത്തിലേക്ക് നയിക്കാനാ യേശു ഉദ്ദേശിച്ചത്. परंतु पानी से बढ़कर यीशु मसीह स्त्री के जीवन को रूपांतरित यानी बदलना चाहता था. ഇങ്ങനെ പരസ്പരമുള്ള സംഭാഷണത്തിന്റെ പ്രയോജനം व्यक्तिगत संवाद का जो फायदा है, ക്ലാരിഫിക്കേഷൻ നടക്കും, സംശയ നിവാരണങ്ങൾ നടക്കും, वहां पर जो शक होते हैं वो शक का निवारण हो जाता है. വിശദീകരണങ്ങൾ നടക്കും. वहां पर लोगों के जीवन में जो बातें होती है उसके बारे में पता चलता ഇതൊരു है ചോദ്യ ഉത്തരവേളയായി മാറും. और ये एक सवाल और उत्तर का समय हो जाता है. കാര്യങ്ങളെ കുറിച്ച് കുറച്ചുകൂടി ബോധ്യത്തോടെ
ബോധ്യത്തിലേക്ക് വരാൻ സഹായകരമാണ്. चीजों को और अच्छे तरीके से समझने का एक अवसर होता है। എങ്ങനെ യേശു സംഭാഷണം ആരംഭിച്ചത്? यीशु मसीह ने उस स्त्री से वार्तालाप क्यों की? സ്വർഗത്തിലെ ജീവന്റെ വെള്ളത്തെ കുറിച്ച് പറഞ്ഞല്ല യേശു ആരംഭിച്ചത്. यहाँ पर स्वर्ग के जीवन के बारे में यीशु मसीह ने ये बोलकर नहीं शुरुआत ഈ की। സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ അതിനെ കുറിച്ച് അറിയാത്ത ഒരു സ്ത്രീയാണ്. इस स्त्री के बारे में अगर कहें तो स्त्री को उसके बारे में मालूम नहीं। അപ്പൊ യേശു ചെയ്തത് എന്താ? അറിയുന്നതിൽ നിന്ന് അറിയാത്തതിലേക്ക് പോവുകയായിരുന്നു. यीशु मसीह ने जो नहीं जानते उसमें से उसको सिखाया, ഫ്രം ദ നോൺ ടു ദി അൺനോൺ. और जाना हुआ चीज से अनजाने चीज की ओर जाना। നമ്മൾ ഒരു വ്യക്തിയെ ആദ്യമായി സംഭാഷണത്തിൽ സുവിശേഷത്തിനായി ഏർപ്പെടുമ്പോൾ और जब पहली बार किसी व्यक्ति को हम सुसमाचार सुनाते हैं, വേദപുസ്തകത്തിലെ ദൈവശാസ്ത്രം വെച്ച് തുടങ്ങിയാൽ അവർക്ക് മനസ്സിലാകത്തില്ല. पवित्र शास्त्र की बातें अगर हम उन्हें बताएं तो उनको समझ में नहीं आएंगी। പക്ഷേ മനുഷ്യ ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളെ തൊട്ട് തുടങ്ങിയാൽ അവർക്ക് കാര്യങ്ങളെ കുറിച്ചുകൂടി परंतु ബോധ്യമാകും. इंसान के रोजमर्रा की जीवन की बातों के साथ अगर हम शुरुआत करें तो उसे अच्छे से समझ में आएंगी। യേശു അതിന് ഏറ്റവും നല്ലൊരു മാതൃകയായിരുന്നു. यीशु मसीह उसके लिए सबसे बढ़िया नमूना था। അവൻ ആകാശത്തിലെ പറവകളെ ചൂണ്ടിക്കാണിച്ച് സംസാരിച്ചു. और यीशु मसीह कई बार आकाश की पंछियों की ओर इशारा कर कर बोलता, വയലിലെ താമരയെ ചൂണ്ടിക്കാണിച്ച് സംസാരിച്ചു. और जो खेत में जो फूल होते थे उन्हें दिखाकर यीशु बोलता। 5 മീനും കൊണ്ട് 10,000 അല്ലെങ്കിൽ വലിയ ഒരു സമൂഹത്തെ പോഷിപ്പിച്ച ശേഷം യേശു അവരോട് ജീവന്റെ അപ്പത്തെ കുറിച്ച് പറഞ്ഞു. और यीशु मसीह ने 5 रोटी और 2 मछली से 5,000 से भी अधिक को खिलाने के बाद जीवन की रोटी के बारे में उन्हें बताया। മനുഷ്യ ജീവിതത്തെ സ്പർശിക്കുന്ന സാധാരണ കാര്യങ്ങളിൽ നിന്നാണ് അവൻ അസാധാരണ കാര്യങ്ങളിലേക്ക് പോയത്. इंसान के जीवन को छूने वाली साधारण बातों से यीशु मसीह असाधारण बातों की ओर उन्हें लेकर गए। മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഭൗതികമായ കാര്യങ്ങളിൽ നിന്ന് അവൻ ആത്മീക കാര്യങ്ങളിലേക്ക് दूसरे शब्दों में यीशु मसीह दुनियावी बातों से उनका ध्यान आत्मिक बातों की ओर लेकर गया। നമ്മുടെ സാക്ഷീകരണത്തിൽ ഇതൊരു നല്ല മാതൃകയാണ്. और हमारे साक्षीकरण के लिए, गवाही के लिए एक अच्छा नमूना है। ഒരു സാധാരണ സംഭാഷണം, साधारण बातचीत, ജീവിത യാഥാർത്ഥ്യങ്ങളുമായി ബന്ധപ്പെടുത്തിയുള്ള സംഭാഷണം, जीवन के सत्यों के साथ संबंधित बातें, അവിടെ നിന്ന് ആ വ്യക്തിയെ ആത്മീക തലങ്ങളിലേക്ക് वहीं നയിക്കപ്പെടുവാനിടയാണ്. से इंसान को हम आत्मिक स्थलों की ओर ले जा सकते हैं। താത്കാലികമായ കാര്യങ്ങളിൽ നിന്ന് तात्कालिक दुनियावी बातों के से നിത്യമായ കാര്യങ്ങളിലേക്ക്. अनंतताई की बातों की ओर। യേശു ശമരിയക്കാരത്തിയോടുള്ള സംഭാഷണത്തിൽ यीशु मसीह ने सामरी स्त्री के साथ बातचीत में കിണറ്റിലെ വെള്ളത്തെ കുറിച്ച് പറഞ്ഞാ തുടങ്ങിയത്. कुएं के पानी के साथ यीशु मसीह ने बातचीत शुरू किया, അവസാനം യേശു നിർത്തിയത് और अंत में यीशु ने जो रोका, ജീവജലത്തെ കുറിച്ച് പറഞ്ഞു. जीवन के जल के बारे में बताया। And this is a perfect model for our witness. ये हमारे लिए एक संपूर्ण नमूना है। ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. मैंने जो बातें अब तक बताई आपके ध्यान में है, मैं विश्वास करता हूँ। വ്യത്യസ്തമായ വഴികളെ इसलिए अलग अलग रास्ते സാക്ഷീകരണം മാതൃകളാക്കി മാറ്റാം. गवाही के लिए हम उसे एक नमूना बना सकते हैं। നമ്മളുടെ ആവശ്യത്തിലുള്ള ആളുകളെ കണ്ടെത്തുന്ന സ്ഥലങ്ങളെ, തന്ത്രപൂർവമായ സ്ഥലങ്ങളെ കണ്ടെത്താൻ ശ്രമിക്കുക. जरूरतों के लिए लोग जहां पर आते हैं, ऐसी ऐसी जगहों को हम चुने। വ്യക്തിപരമായ സംഭാഷണങ്ങൾ लोगों के साथ व्यक्तिगत बातचीत സാക്ഷീകരണത്തിന്റെ ശക്തമായ മാതൃകളാണ്. गवाही देने के लिए एक अच्छा नमूना है। നാലാമത്തെ പ്രധാന കാര്യം, चौथी मुख्य बात, നാലാമത്തെ മാതൃക, चौथी नमूना, you may need patience आपको धैर्य की आवश्यकता है when you are dealing with people. जब आप लोगों से वार्तालाप करते हैं। സാക്ഷീകരണ പ്രക്രിയയിൽ, സുവിശേഷീകരണ പ്രക്രിയയിൽ അനിവാര്യമായിരിക്കേണ്ട ഘടകം സഹിഷ്ണുതയാണ്. सुसमाचार सुनाने में, खुशखबरी को फैलाने में मुख्य बात जो हमारे अंदर होना चाहिए वो है सहनशीलता या धैर्य। നമ്മുടെ മുൻപിൽ വരുന്ന വ്യക്തികളോ സമൂഹങ്ങളോ हमारे सामने आने वाले व्यक्ति या समूह നാം പറയുന്ന കാര്യങ്ങളെ അതുപോലെ മനസ്സിലാക്കാൻ അക്കഴിവുള്ളവരായിരിക്കണമെന്നില്ല. हम जो बातें बोल रहे हैं उसे वैसे ही समझना ये जरूरी नहीं है। നമ്മൾ പറയുന്ന ആത്മീക വിഷയങ്ങളെ അവർക്ക് മനസ്സിലാകുന്നത് ഭൗതികമായിട്ടായിരിക്കാം. शायद हम कोई आत्मिक विषय के बारे में उन्हें समझाते होंगे, परंतु वो बातें उन्हें दुनियावी रूप से समझ में आती होंगी। യേശു അവളോട് പറഞ്ഞു, यीशु मसीह ने उससे कहा, 10ാമത്തെ വാക്യത്തിൽ, उसके 10 वचन में लिखा हुआ है, നീ ദൈവത്തിന്റെ ദാനമെന്നും तू परमेश्वर के वरदान को നിന്നോട് ചോദിക്കുന്നവൻ ആരെന്നും നീ അറിഞ്ഞിരുന്നെങ്കിൽ जानती और ये भी जानती वो कौन है, നീ അവനോട് ചോദിക്കും, तो वो तुझसे कहता, അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തന്നേനെ. वो तुझे जीवन का पानी देता। അവള് ചിന്തിച്ചത് उसने सोचा, ഈ പാത്രത്തിൽ കൊണ്ടുപോകാൻ കഴിയുന്ന വെള്ളമായിട്ടാ. उसने सोचा अपने घड़े में वो पानी भरकर लेकर അപ്പൊ जाएगी। അവള് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇനി ഈ കിണറി വരാതെ और उसने सोचा अब तो फिर मुझे इस कुएं में आने की जरूरत नहीं, എന്റെ ഈ കാര്യം നടക്കേണ്ടതിന് ആ വെള്ളം എനിക്ക് തരണം.
തരണം. ओ मेरा काम चल जाए इसलिए वो जीवन का जल मुझे दे दे. കാരണം യേശു പറഞ്ഞ ആത്മീക കാര്യത്തെ അവൾ ഭൗതിക തലത്തിലാണ് यीशु മനസ്സിലാക്കിയത്. मसीह ने जो आत्मिक बात उसे बताई उसका अर्थ उसने दुनियावी रीति से समझा. അപ്പൊ അതിന്റെ അർത്ഥം നമ്മൾ പറയുന്ന കാര്യങ്ങളെ ഉടനടി വ്യക്തികൾ അതുപോലെ ഗ്രഹിക്കണമെന്നില്ല. ओ जो हम आत्मिक बातें बोलते हैं लोगों को उस तरह से समझ में आना या उसे स्वीकार करना जरूरी नहीं है. ആ വ്യക്തിയെ നമ്മൾ നേടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമുക്ക് സഹിഷ്ണുത ആവശ്യം. उस व्यक्ति को अगर हम जीतना चाहते हैं तो हमारे अंदर धैर्य या सहने की शक्ति होनी चाहिए. ഇവർ തമ്മിലുള്ള സംഭാഷണം എത്ര മണിക്കൂർ എടുത്തെന്ന് അവിടെ എഴുതിയിട്ടില്ല. इन दोनों के बीच में जो वार्तालाप थी उसके लिए कितना समय लगा यहाँ नहीं लिखा. പക്ഷെ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു ശിഷ്യന്മാർ പട്ടണത്തിൽ പോയി ഭക്ഷണം കൊണ്ടുവരുന്നത് വരെ ആ സംഭാഷണം നീണ്ടു. परंतु मैं ये विश्वास करता हूं चेले लोग रोटी लेने के लिए जब बाजार में गए बाजार से वापस आने तक यीशु मसीह और स्त्री की वार्तालाप जारी रही. So they might have spent a considerable amount of time. ഒരു നല്ല സമയം അവർ സംഭാഷണം जिसका നടത്തിയിട്ടുണ്ട്. मतलब उन्होंने अपने वार्तालाप में बातचीत में एक अच्छा समय बिताया. ഈ സംഭാഷണത്തിലുടനീളം യേശു പറയുന്ന കാര്യങ്ങളെ പൂർണ്ണ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ അവൾക്ക് കഴിയുന്നുമില്ല. यीशु मसीह जो बातें बता रहा है उसे संपूर्ण तरीके से वो समझ नहीं पा रही. But Jesus was patient. परंतु यीशु मसीह सहनशील थे. നമുക്ക് നല്ലൊരു മാതൃകയാണ് അത്. हमारे लिए भी एक अच्छा नमूना है. ഒരുപക്ഷെ ആഴ്ചകൾ എടുത്തേക്കാം, शायद उसके लिए कई മാസങ്ങൾ എടുത്തേക്കാം, कई महीने लग सकते ചില हैं. വ്യക്തികളുമായിട്ട് വർഷങ്ങൾ തന്നെ വേണ്ടി कई വന്നേക്കാം. व्यक्तियों के लिए उन्हें जीतने के लिए साल भी लग सकते हैं. So be patient. तो इसलिए हमें सहनशील होना. സാക്ഷീകരണത്തിൽ സഹിഷ്ണുത നമുക്ക് ആവശ്യമാണ്. इसलिए यीशु मसीह की गवाही देने के लिए हमें धैर्य या सहनशीलता जरूरी है. ഇവളുടെ രണ്ടാമത്തെ ഒരു സ്വഭാവം, इसकी दूसरी एक स्वभाव ഇവൾക്ക് കാര്യങ്ങളെ കുറിച്ച് ബോധ്യമുള്ള വ്യക്തിയാണ്. और इसको उन चीजों के बारे में बोध्य है. മതപരമായ കാര്യങ്ങളെ നന്നായിട്ട് അറിയാം, धार्मिक बातों के बारे में भी अच्छी जानकारी है. പാരമ്പര്യം നന്നായിട്ട് അറിയാം. अपनी परंपरा के बारे में अच्छे से जानती है. So she project herself as a person who knows everything or at least something. उसने अपने आप को ऐसा दिखाया कि मुझे कुछ ना कुछ यानी थोड़ा कुछ तो मालूम है. യേശുവിനെ അവൾ മനസ്സിലാക്കി, നീ ഒരു യഹൂദനാണ്. यीशु मसीह को उसने पहचाना और कहा तू तो एक यहूदी है. അപ്പോൾ അവൾക്കറിയാം ശമര്യരും യഹൂദരും തമ്മിൽ സമ്പർക്കമില്ല. क्योंकि उस स्त्री को मालूम है और यहूदी और सामरियों का आपस में कोई तालमेल नहीं. കാര്യങ്ങളെ കുറിച്ച് കുറച്ച് ധാരണയുള്ള സ്ത്രീയാണ് ഇവൾ. और कुछ बातों के बारे में उसके अंदर धारणाएं हैं. അപ്പൊ നമ്മൾ പറയുന്ന അറിവുകൾ മറ്റുള്ളവരിലേക്ക് പകർത്തുക മാത്രമല്ല, മറ്റുള്ളവർ പറയുന്നത് കേൾക്കാനുള്ള സഹിഷ്ണുത കൂടി നമുക്ക് വേണം. हम जो बातें बताते हैं हम सिर्फ जानकारी देते दूसरे लोग सुने इतना ही नहीं, दूसरे लोग जो बोलते हैं उसको भी सुनने का धैर्य हमारे अंदर होना चाहिए. അല്ലെങ്കിൽ അതിന്റെ മാതൃക let the people talk, അവര് സംസാരിക്കട്ടെ. ओ या उसके लिए सबसे बढ़िया नमूना है लोगों को बोलने दें. നാം പറയുന്നത് മാത്രം കേട്ടുകൊണ്ടിരിക്കണമെന്ന് പറയുമ്പോൾ സംഭാഷണം മുൻപോട്ട് പോകത്തില്ല. अगर मैं सोचूं जो मैं बोल रहा हूं लोग वो ही सुनकर बैठे तो हमारी वार्तालाप आगे नहीं बढ़ती. അർത്ഥാൽ യേശുവിനെ പഠിപ്പിക്കുന്ന ഒരു തലത്തിലേക്കാണ് ഇവൾ സംസാരിക്കുന്നത്. यीशु मसीह सिखाने वाले के तौर पर उसे सिखा रहे हैं. But Jesus was very patient. परंतु यीशु मसीह बहुत सहनशील थे. യേശു വളരെ സഹിഷ്ണുതയോടെ ഇതെല്ലാം यीशु കേട്ടിരിക്കുന്നു. मसीह बड़ी सहनशीलता के साथ ये सब कुछ सुनते बैठे. രണ്ടാമത് അവൾ ചോദിച്ചു, ഞങ്ങളുടെ പിതാവായ യാക്കോബിനേക്കാൾ നീ വലിയവനാണോ? ओ वो स्त्री कहती है क्या तू हमारे पूर्व पिता याकूब से भी बड़ा है? യേശു വന്നിട്ട് ഒന്നും മിണ്ടിയില്ല. यीशु मसीह ने तब भी उसे कोई जवाब नहीं दिया. കുറച്ച് കഴിഞ്ഞപ്പോൾ യേശുവിന് അവൾ ഒരു അപ്രീസിയേഷൻ കൊടുത്തു. थोड़े देर के बाद यीशु मसीह की उसने प्रशंसा की. യു ആർ എ പ്രോഫറ്റ്, നീ ഒരു പ്രവാചകനെന്ന് ഞാൻ കാണുന്നു. तू तो एक नबी है, तुझे नबी के तौर पर देखती हूँ. യേശു അവളെ ശാസിച്ചില്ല. यीशु मसीह ने उसे डांटा नहीं. അവൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധയോടെ കേട്ടു. और जो कुछ भी बात उस स्त्री ने कहा यीशु मसीह ने बड़े ध्यान से सुना. പിന്നീട് അവൾ പറഞ്ഞു, നിനക്കറിയാവോ ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിലും നിങ്ങൾ അവിടെയും ആ മലയിലുമാണ് बाद में वो നമസ്കരിക്കുന്നത്. स्त्री कहती है हमारे पिता लोग इस पर्वत पर और तुम उस पर्वत पर उसकी आराधना करते हो. പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത്, कई बार हमारे साथ जो घटता we are है easily fed up with the people. हम लोगों की बातों को सुनकर ऊब जाते हैं. മറ്റുള്ളവർ പറയുന്നത് കേൾക്കാനുള്ള ആ മാനസിക അവസ്ഥ പലപ്പോഴും നമുക്കില്ല. दूसरे लोग जो बातें बोलते हैं उसे सुनने की मानसिकता हमारे अंदर नहीं होती. നമ്മൾ പറയുന്നതാണ് സത്യം, हम जो सोचते हैं हम जो बोल रहे നമ്മൾ सत्य, പറയുന്നതാണ് ശരി. हम जो बोल रहे वही सही है. നീ ആകെ പ്രശ്നക്കാരനാണ്, ओ अगर ऐसा है तो तू सबसे बड़ा समस्या. അതുകൊണ്ട് നീ പറയുന്ന ഒന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട. ओ तू जो भी बोलेगा मैं सुनना नहीं चाहता. ഇതൊക്കെയാണ് പലപ്പോഴും നമ്മുടെ ഈ മിഷൻ മോഡലുകളിൽ വരുന്ന कई പ്രയാസം. बार हमारे सुसमाचार
सुसमाचार के नमूने में आने वाली समस्याएं यही है। But look to Jesus. परंतु यीशु मसीह को देखें, He was very free with this woman. यीशु मसीह बड़ी आजादी से, आराम से स्त्री से बातें ഈ कर रहे हैं। സ്ത്രീക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കുക. इस स्त्री को पूर्ण आजादी देते हैं। നീ പറഞ്ഞാട്ടെ. तू बोल। പിന്നീട് അവള് പറഞ്ഞു മശിയയെ കുറിച്ച്. बाद में उसने मसीहा के बारे में कहा। നോക്കണമേ ഈ സ്ത്രീയുടെ അറിവ്, ആ ജ്ഞാനം എത്ര ശ്രേഷ്ഠമായിരുന്നു. ये स्त्री के पास जो ज्ञान था, जो जानकारी थी, कितनी बढ़िया जानकारी है। നല്ല മതഭക്തിയും നല്ല പാരമ്പര്യ ചിന്തകളും അടങ്ങുന്ന ഒരു വ്യക്തിത്വം. अच्छी धार्मिकता, अच्छी जानकारी रखने वाली एक स्त्री। ഇവിടെ ഒന്നും യേശു ശാസിച്ചില്ല. परंतु यीशु मसीह ने इन सब बातों में उसे डांटा नहीं। യേശു സഹിഷ്ണുതയോടെ ആ സംഭാഷണത്തെ यीशु मसीह ने बड़ी सहनशीलता से उस वार्तालाप को जारी रखा। നമ്മൾ ആളുകളെ കേൾക്കാൻ തയ്യാറാകാതിരിക്കുമ്പോൾ ओ जब हम लोगों को सुनना पसंद नहीं करते, സംഭാഷണം അവസാനിക്കും. तो हमारी बातचीत वहां पर रुक जाती है। സാക്ഷീകരണത്തിലെ വളരെ പ്രധാനപ്പെട്ട ഘടകം इसलिए गवाही देने के लिए सबसे मुख्य जो बात है, നമ്മുടെ മുമ്പിൽ വരുന്ന വ്യക്തി, हमारे सामने जो इंसान आता है, അവരുടെ സംശയങ്ങൾ, उनकी शंकाएं അവരുടെ ആകുലതകൾ, और उनकी जरूरतें അവരുടെ പ്രതിസന്ധികൾ, और उनकी समस्याएं, അവരുടെ പ്രയാസങ്ങൾ, उनकी परेशानियां, ഇനി ഒരുപക്ഷെ അവർക്ക് മതപരമായ ലഭിച്ചിരിക്കുന്ന അറിവുകൾ, शायद उनके अंदर जो धार्मिक विचार होंगे, ദൈവഭക്തിയെ കുറിച്ചുള്ള അവരുടെ ചിന്തകൾ, परमेश्वर की भक्ति के बारे में उनकी धारणाएं, അവരത് പങ്കുവെക്കട്ടെ. वो आपके साथ साझा करने दे। അതിന് യേശു സഹിഷ്ണുത കാണിച്ചു. इसलिए यीशु मसीह ने बड़ी सहनशीलता दिखाई। ഹാൻഡിൽ ദ പീപ്പിൾ വിത്ത് കെയർ. इसलिए लोगों को बड़े ध्यान से उनको करे। ആ വ്യക്തിയെ നമ്മൾ നേടാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ, उस व्यक्ति को अगर हम जीतना चाहते हैं, നമ്മുടെ സാക്ഷീകരണം ഫലപ്രദമായി തീരാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ, अगर हम सोचते हैं हमारी गवाही देना फलपूर्वक हो, വളരെ സൂക്ഷ്മതയോടെ ആ വ്യക്തിയെ നമ്മൾ കൈകാര്യം ചെയ്യണം. बड़े ध्यान से उस व्यक्ति के साथ पेश आना നമ്മുടെ സാക്ഷീകരണ പ്രക്രിയയിൽ വളരെ ശ്രേഷ്ഠമായ ഒരു മാതൃകയാണ്. हमारी गवाही के लिए सबसे बढ़िया एक नमूना है ये। അഞ്ചാമത്തെ കാര്യം, पांचवी बात, യേശു കർത്താവ് यीशु मसीह ഈ കാര്യങ്ങളെല്ലാം കേട്ടു. ये सब बातें स्त्री की നല്ല सुनी। മതഭക്തിയുള്ള ഒരു സ്ത്രീ, अच्छी धार्मिक स्त्री, പിതാക്കന്മാരെ കുറിച്ച് നല്ല അറിവുള്ള സ്ത്രീ, पिताओं के बारे में अच्छी जानकारी रखने ദൈവത്തെ കുറിച്ച്, ദൈവിക ആരാധനയെ കുറിച്ച് അറിവുള്ള സ്ത്രീ, परमेश्वर के बारे में, परमेश्वर की आराधना के बारे में जानकारी रखने वाली स्त्री। അതെല്ലാം യേശു കേട്ടു. वो सब बातें यीशु मसीह ने सुनी। But now came the time to reveal the truth. परंतु अब समय आ गया है सच्चाई को प्रकट करे। മതഭക്തി നല്ലതാണെന്ന് യേശു അർത്ഥാൽ അല്ലെങ്കിൽ വ്യംഗ്യാർത്ഥത്തോടെ അല്ലെങ്കിൽ യേശു ഇംപ്ലൈഡ് ആയിട്ട് പറഞ്ഞു, ഓക്കെ യുവർ റിലിജിയോസിറ്റി ഈസ് ഗുഡ്. यीशु मसीह ने उसकी धर्म की बातों को सुनकर कहा, तेरी धर्म की बातें अच्छी है। അപ്പോസ്തല പ്രവൃത്തിയിൽ ഒരു സംഭവമുണ്ട്. प्रेरितों के काम में घटना है। അറിവിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ കേന്ദ്രമായ ഏഥൻസിൽ പൗലോസ് ചെന്നപ്പോൾ ज्ञान का सबसे बड़ा केंद्र अथेने में जब पौलुस पहुंचा, ബുദ്ധിരാക്ഷസന്മാരുടെയും തത്വശാസ്ത്രജ്ഞന്മാരുടെയും സ്ഥലത്ത് താൻ ചെന്നപ്പോ बुद्धिमत लोग और शास्त्र से भरे लोगों की जगह में जब पौलुस पहुंचा, അരയോപക കുന്നിൽ ചെന്നു. और जब उनके सामने गया, ധാരാളം വിഗ്രഹങ്ങളെ കണ്ടു. बहुत सारे उसने मूर्तियों को देखा। യേശു പൗലോസ് ആദ്യം പറഞ്ഞ ഭാഷ पौलुस ने सबसे पहला पद जो उन्होंने कहा ഇപ്രകാരമാണ്, इस प्रकार से है, നിങ്ങള് ഹൈലി റിലീജിയസ് പീപ്പിൾ ആണ്, तुम तो बहुत धार्मिक हो, ഭക്തിയുള്ള ആളുകളാണ്. तुम भक्ति वाले इंसान ആ हो। ഒരു ഒറ്റ വാക്ക് सिर्फ एक ही शब्द പൗലോസിനെയും ആ സമൂഹത്തെയും തമ്മിൽ കണക്ട് ചെയ്തു. पौलुस को उस समूह के साथ जुड़ने का मौका मिला। അവരെ കുറ്റം പറയുന്നതിനും പകരം, किसी की गलतियां उठाने से पहले, അവരെ ശാസിക്കുന്നതിന് പകരം किसी को डांटने के बदले he appreciated them. पौलुस ने उनकी प्रशंसा की। അവിടെ നിന്നാണ് പൗലോസ് പിന്നെ സംഭാഷണം वहां തുടങ്ങിയത്. से पौलुस ने अपने बातचीत को शुरू किया, അനന്തര ഫലമായിട്ട് और उसके फलस्वरूप പൗലോസ് അവിടെ സുവിശേഷം പ്രസന്റ് ചെയ്തു. पौलुस ने वहां पर सुसमाचार को प्रसारित किया। പലരും വിശ്വസിച്ചു. बहुत लोगों ने विश्वास किया। അപ്പോൾ നമ്മള് വ്യക്തികളുമായി സമൂഹങ്ങളുമായുള്ള ബന്ധം തകർത്തുകൊണ്ട് തുടങ്ങിയാൽ अगर हम लोगों के साथ अपना रिश्ता तोड़ना शुरू कर दे, നമുക്ക് മുൻപോട്ട് പോകാൻ സാധ്യമല്ല. तो हम आगे नहीं बढ़ पाएंगे। യേശു അതിന്റെ ഏറ്റവും നല്ല മാതൃക. यीशु मसीह उसके लिए सबसे बढ़िया ഈ नमूना है। സ്ത്രീ ആരെന്നും ये स्त्री के बारे में, ഇവളുടെ സ്വഭാവം എന്തെന്നും इसकी स्वभाव क्या है, ക്രിസ്തുവിന് നന്നായിട്ട് അറിയാം. यीशु मसीह अच्छे तरीके से जानते പക്ഷെ हैं। യേശു അവൾക്ക് ഫ്രീഡം കൊടുത്തു. परंतु यीशु मसीह ने उसे आजादी दी। നിന്റെ മതഭക്തി, तेरा धर्म की भक्ति, ദൈവത്തെ കുറിച്ചുള്ള നിന്റെ ചിന്ത परमेश्वर के बारे में तेरे विचार, നിനക്ക് പറയാം.
तू बोल सकती है। ഒരു വേള യേശുവിനെ തന്നെ അവൾ അപ്രീഷിയേറ്റ് ചെയ്ത് പറഞ്ഞു, അഭിനന്ദിച്ചു പറഞ്ഞു. एक समय एक ऐसा आया, उस स्त्री ने यीशु मसीह की प्रशंसा की। യേശു അവളെ വിലക്കിയില്ല. यीशु मसीह ने उसे डांटा नहीं। എന്നാൽ അഞ്ചാമത്തെ മാതൃക, परंतु पांचवा नमूना അത് जो है, സാക്ഷീകരണത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ वो മാതൃക, गवाही देने के लिए सबसे बढ़िया नमूना है। ലീഡ് ദ പീപ്പിൾ ടു കൺവിക്ഷൻ. പാപബോധത്തിലേക്ക് ജനത്തെ നയിക്കണം. लोगों को पाप की बोध के बारे में, पाप की जानकारी में अगुवाई करें। ഇറ്റ് ഈസ് ഓക്കെ ടു ബി റിലീജിയസ്. ये धार्मिक होना बढ़िया बात है। മതഭക്തി ഉള്ളത് നല്ലതാ. धर्म की बात होना अच्छी बात है। ഈശ്വരഭക്തി ഉള്ളത് നല്ലതാ. ईश्वर में भक्ति रखना अच्छी बात പക്ഷേ ഈ है। ഭക്തി എത്രത്തോളം വ്യക്തിപരമായ ജീവിതത്തെ സ്വാധീനിച്ചു, परंतु ये व्यक्तिगत के जीवन में ये भक्ति कितना उसे स्वाधीन किया, അതാണ് സുവിശേഷത്തിന്റെ ചോദ്യം. वो ये सुसमाचार का सवाल। ഒരുവൻ ക്രിസ്തുവിലായാൽ अगर कोई मसीह में है, അവൻ പുതിയ സൃഷ്ടിയാകും. वो नई सृष्टि है। ഇതാണ് നമുക്ക് പറയാനുള്ളത്. हम यही बता सकते हैं। നമുക്ക് പറയാനുള്ളത് പള്ളിയെ കുറിച്ചും പള്ളിയിലെ കർമ്മങ്ങളെ കുറിച്ചും ആചാരങ്ങളെ കുറിച്ചും അനുഷ്ഠാനങ്ങളെ കുറിച്ചുമല്ല. हम किसी गिरजे के बारे में, गिरजे के अंदर चलने वाले जो परंपराएं हैं, अनुष्ठान है, उसके बारे में नहीं നമുക്ക് बोलते। പറയാനുള്ളത് ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിലുള്ള വിശ്വാസം. हमारे पास जो बताने का विषय है वो है मसीह में हमारा विश्वास। And this faith in Christ will transform your life. और ये मसीह में विश्वास जो है आपके जीवन को बदल देगा। നിങ്ങളുടെ ആരാധന നല്ലതാണ്, आपकी आराधना बढ़िया है, പക്ഷേ ഈ ആരാധന എത്രത്തോളം നിങ്ങളുടെ വ്യക്തി ജീവിതത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. परंतु ये आराधना ने आपके व्यक्तिगत जीवन को किस प्रकार प्रभावित किया है। ആരാധനയെ കുറിച്ച് ഇവൾക്കും അറിയാം. और ये आराधना के बारे में जानती है। പക്ഷേ യേശു എടുത്തു പറയുന്ന ഒരു കാര്യം, परंतु यीशु मसीह ने एक बात को उठाकर कहा, the true worshippers. सच्चे आराधक। ആരാധന എല്ലായിടത്തും ഉണ്ട്, आराधना सब जगह है, ആരാധിക്കുന്നവരും എല്ലായിടത്തും ഉണ്ട്. आराधना करने वाले भी सब പക്ഷേ യേശു जगह। ഉപയോഗിച്ച അഡ്ജക്റ്റീവ് വളരെ പ്രാധാന്യമുള്ളതാണ്. परंतु यीशु मसीह ने जो बात कही वो सबसे प्रमुख है। The true worshippers shall worship the Lord in spirit and truth. सच्चे आराधक प्रभु की भक्ति आत्मा और सच्चाई से करते हैं। ആരാധന എന്ന് പറയുന്നത് കർമ്മങ്ങളും ചടങ്ങുകളും അനുഷ്ഠാനങ്ങളുമല്ല. आराधना कोई कर्म या परंपरा या कोई अनुष्ठान नहीं है। ആരാധന എന്ന് പറയുന്നത് ദൈവവുമായുള്ള ബന്ധവും അതിൽ നിന്ന് വരുന്ന രൂപാന്തരവും. आराधना जो है परमेश्वर के साथ हमारा रिश्ता और उसके द्वारा आने वाला बदलाव है। യേശു കർത്താവ് ഒരു ചോദ്യം അവളോട് ചോദിച്ചു, यीशु मसीह ने एक सवाल उनसे पूछा, where is your husband? നിന്റെ ഭർത്താവ് എവിടെ? तेरा पति कहाँ है? And she was shocked. और वो उसको सुन के अचंभित हो गई। ഇതുവരെയുള്ള തന്റെ വിശ്വാസമൊന്നും अभी तक जो उसमें विश्वास है, തന്റെ തെറ്റിനെ കൺഫ്രണ്ട് ചെയ്തിട്ടില്ല. कभी भी उसके गलतियों का आभास नहीं दिया। ഇതുവരെയുള്ള ഈശ്വര വിശ്വാസമൊന്നും अब तक ईश्वर में जो विश्वास था, തന്റെ പാപത്തെ തുറന്നു കാണിച്ചിട്ടില്ല. उसके पाप को खुलकर नहीं दिखाया। അവൾ അത്ഭുതപ്പെട്ട് അമ്പരന്ന് പോയി. ओ वो आश्चर्य से स्तब्ध हो गई അവള് പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു. और उसने अपने आप को संभालने की कोशिश എനിക്ക് की। ഭർത്താവില്ല. मेरा तो पति है ही नहीं। യേശുവിന് കുറച്ചുകൂടി ഡീപ്പായിട്ട് പോകേണ്ടി വന്നു. यीशु मसीह को कुछ और गहराई നീ में बातें പറഞ്ഞത് करने। ശരിയാണ്, तूने जो कहा वो सही है। എനിക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. तेरे 5 पति तो थे, ഇപ്പോഴുള്ളവരും സത്യത്തിൽ ഒരു ഭർത്താവല്ല. अब जो तेरा पति है वो असलियत में तेरा पति नहीं है। അവൾക്ക് മനസ്സിലായി she cannot stand anymore. और अब उसे पता चल गया वो यीशु का सामना नहीं कर सकती। And this is where the real witness come into effect. और यही है जहां सच्ची गवाही प्रभाव में आती है। നമ്മൾ ആളുകളുമായി സംസാരിച്ച് സംഭാഷണവും നടത്തി സ്നേഹ സംഭാഷണവും നടത്തി സുഹൃബന്ധം സ്ഥാപിച്ചു പോകാനുള്ളവരല്ല. ओ हम लोगों से बातचीत करके प्रेम का संबंध बना के या रिश्ता बना के जाने वाले सिर्फ लोग ही नहीं है। കോണ്ടാക്ട്സ് ഉണ്ടാക്കുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. लोगों के साथ संपर्क करना हमारा मकसद यही नहीं है। We need to lead that people to conviction. हमें लोगों को उनके पाप के ज्ञात के बारे में, पाप का बारे में एहसास कराना जरूरी है। നമ്മുടെ സംഭാഷണ മധ്യേ ദൈവാത്മാവ് നയിക്കുന്ന ഒരു ഘട്ടമുണ്ട്, ഒരു പ്രത്യേക ടൈമിംഗ്. ആ സമയത്ത് അവരുടെ പാപത്തെ അവർക്ക് ബോധ്യപ്പെടുത്തണം. हम जब परमेश्वर की तरफ लोगों की अगुवाई करते हैं तो एक ऐसा समय आता है जब लोगों को पाप के बारे में एहसास होता है। കാരണം സുവിശേഷം ബേസിക്കലി അഡ്രസ് ചെയ്യുന്നത് മനുഷ്യന്റെ പാപത്തെയാണ്. क्योंकि सुसमाचार मुख्य रूप से इंसान के पापों के बारे में ही बताती है। സുവിശേഷം നമുക്ക് തന്നത് ഒരു ബെറ്റർ ലൈഫിന് വേണ്ടിയല്ല. खुशखबरी हमें एक अच्छी जीवन गुजारने के लिए ही नहीं। സുവിശേഷം നമുക്ക് നൽകപ്പെട്ടിരുന്നത് ഡിഗ്നിഫൈഡ്
ഗ്ലോറിഫൈഡ് ലൈഫിന് വേണ്ടിയല്ല. सुसमाचार हमें एक अच्छा बढ़िया जीवन जीने के लिए ही नहीं, ഇതെല്ലാം ഇതിന്റെ ഭാഗമാണ്, और ये सब कुछ है, പരിണിത ഫലങ്ങളാണ്. परंतु उसका परिमित फल है. പക്ഷെ ഇതിന്റെ ബേസിക് ഐഡിയോളജി എന്ന് പറയുന്നത് परंतु इसका आम जो मुख्य विचारधारा है, ടു അഡ്രസ് ഹ്യൂമൻ സിൻഫുൾനെസ്, इंसान के जीवन में जो पाप है उस पाप के बारे में उसे एहसास दिलाना. നമ്മുടെ സാക്ഷീകരണ പ്രക്രിയയുടെ പരമപ്രധാനമായ ലക്ഷ്യമാണ്. हमारी गवाही देने का मुख्य लक्ष्य यही है. മനുഷ്യന്റെ പാപത്തെ കൺഫ്രണ്ട് ചെയ്യണം. इंसान के जीवन में जो पाप है उसको एहसास करवाना, ലീഡ് ദാറ്റ് പേഴ്സൺ ടു കൺഫെഷൻ. और उस व्यक्ति को अपने पाप के बारे में कायल करवाना. ആൻഡ് ദിസ് ഈസ് വാട്ട് എക്സാക്ട്ലി ജീസസ് और ഡിഡ്. यीशु मसीह ने भी इसी काम को ഈ किया. പ്രഭാതത്തിൽ നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ इस सुबह के समय जब हम प्रभु की हजूरी में നാം हैं, ധാരാളം ആളുകളെ പരിചയപ്പെടുന്നവരാണ്, हम बहुत से लोगों के साथ मिलते जुलते हैं, സംഭാഷണങ്ങളിൽ ഏർപ്പെടുന്നവരാണ്, बहुत से लोगों के साथ बातचीत भी करते हैं, ഉലകത്തിലുള്ള എല്ലാ വിഷയവും നമ്മൾ സംസാരിക്കും. धरती की सभी बातों के बारे में हम बोलते हैं, പക്ഷേ പലപ്പോഴും ആ വ്യക്തിയുടെ രക്ഷയെ നമ്മൾ അഡ്രസ് ചെയ്യാറില്ല. परंतु कई बार उस व्यक्ति के उद्धार के बारे में हम बोलते नहीं. ഇന്ന് പ്രഭാതത്തിൽ ഒരു തീരുമാനമെടുക്കാം. आज सुबह के समय हम एक फैसला लें. Help me, O Lord, to lead the people to confession, to faith in Christ. प्रभु मुझे मदद कर ताकि लोगों को मैं यीशु मसीह के ऊपर अंगीकार करने के लिए उनकी अगुवाई कर सकूं. And Jesus is our perfect model. और यीशु मसीह इसके लिए सबसे अच्छा नमूना That है. whole afternoon he spent near that well to lead this woman to a confession. पूरे दोपहर के समय यीशु मसीह ने कुएं के पास वो समय बिताया ताकि इस स्त्री को उसके पाप के अंगीकार के बारे में लेकर जाए. Finally, अंत में one witness raised another witness. एक गवाही दूसरे गवाही को खड़ा करता. ഒരു സാക്ഷി एक गवाह മറ്റൊരു സാക്ഷിയെ ഉളവാക്കും. दूसरा एक गवाह को खड़ा करता. ഇതൊരു ചെയിൻ റിയാക്ഷൻ പോലെ. और एक रिएक्शन यानी प्रतिक्रिया के तौर पे യേശു ഇവളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി. यीशु मसीह ने इस स्त्री के जीवन को बदल दिया. Jesus was an instrument to transform this person. यीशु मसीह एक उपकरण था इस स्त्री के जीवन को बदलने के लिए. അവളുടെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടായി. इस स्त्री के जीवन में एक रूपांतरण आया. He was convicted about her sin. उसे अपने पाप के बारे में एहसास हो गया. നമ്മുടെ ഭാഷ പറഞ്ഞാൽ അവൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നു. हमारी भाषा में बोले उसने उद्धार को कबूल किया. And the next thing she did, അടുത്തവൾ ചെയ്തത്, अगला काम जो स्त्री ने किया, അവൾ ആ രക്ഷയെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു. उस मुक्ति को दूसरों तक पहुंचाया. യേശു കർത്താവ് പറഞ്ഞു, यीशु मसीह ने you कहा, shall be my witnesses. तुम मेरे गवाह होंगे. നിങ്ങൾ എന്റെ സാക്ഷികളാകും. तुम मेरे गवाह बनोगे. നിങ്ങൾ അനുഭവിച്ച രക്ഷയ്ക്ക് നിങ്ങൾ സാക്ഷികളാകും. जो उद्धार तुमने पाया उस उद्धार के बारे में तुम गवाही दोगे. നിങ്ങളിൽ നിന്ന് മറ്റൊരു സാക്ഷി ഉളവാകും. तुम्हारे द्वारा दूसरा एक गवाह खड़ा होगा. ഒരുപക്ഷേ ഒരു ഫാമിലി തന്നെ, ഒരു കുടുംബം തന്നെ രക്ഷപ്പെടും. शायद कोई परिवार ही क्यों ना आपके द्वारा बचे. മാത്രമല്ല ദൈവം നിങ്ങളെ സഹായിച്ചാൽ ഒരു പട്ടണം തന്നെ രക്ഷപ്പെടും. इतना ही नहीं, परमेश्वर अगर आपकी मदद करे तो एक शहर भी आपके द्वारा ഒരു बचाया जा सकता ഗ്രാമം തന്നെ രക്ഷപ്പെടും. है. शायद एक पूरा गांव भी बच सकता है. കാരണം ഇതിന്റെ അകത്ത് ഒരു ശക്തി വ്യാപരിക്കും. क्योंकि सुसमाचार में एक सामर्थ्य है. നിങ്ങൾക്ക് ലഭിച്ച രക്ഷ നിങ്ങളിൽ തന്നെ നിൽക്കത്തില്ല. ओ ये जो सुसमाचार आपको मिला है, आप तक सीमित नहीं है. അത് മറ്റുള്ളവരിലേക്ക് പടർന്നു ओ പിടിച്ചു. ये सुसमाचार दूसरों तक पहुंचने वाला है. നെക്സ്റ്റ് അടുത്ത നിമിഷം അവൾ ചെയ്തതെന്നറിയാമോ? अगला पल उसने क्या किया? അവളെ പാത്രം അവിടെ വെച്ചു. उसने अपने घड़े को वहां रखा. വെള്ളത്തിന്റെ കാര്യം അവൾ മറന്നുപോയി. ओ अपने पानी के बारे में वो भूल വീട്ടിൽ गई. വെള്ളം കൊണ്ടു ചെല്ലുന്ന കാര്യം അവൾ മറന്നു. ओ पानी को ले जाना वो भूल गई. വേഗം പട്ടണത്തിലേക്ക് ഓടി. वो तुरंत दौड़कर अपने शहर में गई. She became a witness in that city. और वो शहर में यीशु मसीह का एक गवाह वो ഇന്ന് बनी. പ്രഭാതത്തിൽ ഞാൻ ചോദിക്കട്ടെ, आज सुबह के समय में आपसे भी पूछना നമുക്ക് चाहूंगा, ലഭിച്ച രക്ഷയുടെ, हमें जो मुक्ति मिला है, നമുക്ക് ലഭിച്ച ആത്മീക അനുഭവങ്ങൾ, हमें जो आत्मिक अनुभव मिला है, ഒരു സാക്ഷിയായി നമ്മൾ മാറുന്നുണ്ട്. ओ क्या हम उसके लिए एक गवाह बनते हैं? അവൾ ആ പട്ടണത്തിൽ ചെന്നിട്ട് പറഞ്ഞു, you come and see a ओ person. वो शहर में जाकर कहती है, तुम्हें मैं एक मनुष्य दिखाती हूँ. വന്നൊരു വ്യക്തിയെ കാണ്. आओ एक इंसान को देखो. ആ പട്ടണം മുഴുവൻ അവളുടെ പുറകെ വന്നു. वो शहर उस स्त्री के पीछे आया. സ്വാഭാവികമായിട്ടൊരു ചോദ്യം ഉണ്ടാകാം. स्वाभाविक रूप से एक सवाल आ सकता है, ഇങ്ങനെ ഒരു ബാഡ് ഹിസ്റ്ററി ഉള്ള ഒരു സ്ത്രീ പറഞ്ഞാൽ ആരെങ്കിലും കേൾക്കും? ओ ऐसा एक बुरा चरित्र या स्वभाव रखने वाली स्त्री की बातों को क्या लोग सुनेंगे? പക്ഷെ കർത്താവ് ഒരു മാറ്റം വരുത്തിയാൽ, परंतु यीशु मसीह किसी के अंदर बदलाव लाए तो കർത്താവിന്റെ ആത്മാവ് ഉപയോഗിക്കും. परमेश्वर का आत्मा उस इंसान को उपयोग करेगा. Paul was a murderer. पौलुस लोगों की हत्या करने പൗലോസ് ഒരു वाला, കൊലപാതകനായിരുന്നു. पौलुस एक हत्यारा था, പക്ഷെ കർത്താവ് അവനെ തൊട്ടു, परंतु प्रभु ने उसे छुआ രാജ്യങ്ങളെ സ്പർശിക്കാൻ. और
भारत लोगों को, राष्ट्रों को छूने के ജാതികളെ കർത്താവിലേക്ക് लिए, കൊണ്ടുവരുവാൻ, जातियों को प्रभु के पास लाने के लिए സഭകളെ സ്ഥാപിക്കാൻ और कलीसियाओं की स्थापना करने के लिए ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് സമർപ്പിക്കാം. आज सुबह के समय आइए हम अपने आप को भी समर्पण നീ करें. എനിക്ക് രക്ഷ നൽകി. प्रभु तूने मुझे मुक्ति दिया. So I am submitting myself to be a प्रभु मैं witness to अपने the आप people. को समर्पण करता हूं ताकि लोगों के लिए गवाह बनूं. എന്റെ കുടുംബക്കാരോട്, मेरे परिवार से, ഞങ്ങളുടെ ഗ്രാമത്തിലോട്, मेरे गांव में, ഞങ്ങളുടെ പട്ടണത്തില് मेरे शहर में കർത്താവെ ഒരു സാക്ഷ്യമായി മാറാൻ प्रभु एक गवाह बनने के നീ लिए ഞങ്ങളെ സഹായിക്കണം. प्रभु तू हमारी मदद कर. She became an effective witness. നല്ല ബലപ്രാപ്തിയുള്ള ഒരു സാക്ഷിയായി അവൾ वो മാറി. एक यीशु मसीह के लिए प्रभावित गवाह बन गई. യേശു ആ ഭാഗം അവസാനിപ്പിക്കുമ്പോൾ और यीशु मसीह जब इस भाग के अंत में आते हैं, യേശു പറയുകയാണ്, यीशु कहते हैं കൊയ്ത്തിനു വേണ്ടി നിലങ്ങൾ വെളുത്തിരിക്കുകയാണ്. अब देखो खेत पक चुके, कटने के लिए तैयार The है. field is ready for harvest. ओ अब देखो खेत कटने के लिए तैयार ഇന്ന് है. പ്രഭാതത്തിലും ദൈവാത്മാവ് അതാ പറയുന്നത്. आज सुबह के समय परमेश्वर का आत्मा आपसे यही कह रहा നിലങ്ങൾ है. കൊയ്ത്തിനു വേണ്ടി ओ വെളുത്തിരിക്കുകയാണ്. खेत अब पक चुके हैं. Are you ready? क्या आप तैयार നിങ്ങൾ हैं? തയ്യാറാണോ? क्या आप तैयार ഒരു हैं സാക്ഷിയാകാൻ തയ്യാറാകണോ? प्रभु के लिए गवाह बनने के लिए? രൂപാന്തരം വന്ന ഒരു സാക്ഷിയാകാൻ, ओ यीशु मसीह के लिए गवाह बनने के लिए, ആരാധനയുടെ മഹത്വം തിരിച്ചറിഞ്ഞ ഒരു സാക്ഷിയാകാൻ. आराधना की महत्वता को समझ के गवाह बनने के लिए. അങ്ങനെയാണെങ്കിൽ വലിയൊരു സ്വാധീനം ചെലുത്താൻ നിങ്ങൾക്ക് കഴിയും. तो अगर ऐसा होगा लोगों के ऊपर आप एक बहुत बड़ा प्रभाव छोड़ेंगे. ഒരു വലിയ കൊയ്ത്തിനു വേണ്ടി ദൈവം നിങ്ങളെ ഉപയോഗിക്കും. एक बहुत बड़ी कटनी के लिए परमेश्वर आपको इस्तेमाल പക്ഷേ करेगा. അതിനു മുൻപ് you need to confess before the Lord. परंतु उससे पहले आपको अपने आप को प्रभु के सामने अंगीकार करना है. ഹിസ്റ്ററി ദൈവത്തിന് വിഷയമല്ല. परमेश्वर को आपका इतिहास से कुछ लेना ഇന്ന് नहीं. today is the day परंतु आज आपके लिए वो दिन है of confession प्रभु के सामने अंगीकार करने का and transformation. और आपके जीवन में रूपांतरण लाने का. ഏറ്റുപറച്ചിൽ നമ്മളെ രൂപാന്തരത്തിലേക്ക് നയിക്കും. हम जब अंगीकार करते हैं वो हमें रूपांतरण की ओर ले जाती है. വെറും മതത്തിന്റെ ഭക്തിയേക്കാൾ ആരാധനയുടെ മർമ്മം നമ്മൾ മനസ്സിലാക്കും. धर्म की भक्ति के बगैर हम आराधना की जो रहस्य मर्म है उसे जाने. ഈ പ്രഭാതത്തിൽ आज सुबह के समय അതിനുവേണ്ടി ദൈവസന്നിധിയിൽ സമർപ്പിച്ചാട്ടെ. परमेश्वर के हजूरी में हम अपने आप को The field सौंपें. is ready for a harvest. खेत पक चुके हैं कटनी के लिए. ഇവിടെ ഇരിക്കുന്ന സമർപ്പിക്കപ്പെടുന്ന ഒരു വ്യക്തിയെ കൊണ്ട് ओ शायद यहाँ पर बैठे हुए एक ही व्यक्ति के समर्पण के ഒരു द्वारा വലിയ കൊയ്ത്തിനു വേണ്ടി കർത്താവ് परमेश्वर ഉപയോഗിക്കും. एक बड़ी कटनी के लिए आपको तैयार करेगा.